ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതും ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നതും ഏതൊക്കെയാണ് പറയാം. കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? 100 ഡിവൈഡഡ് ബൈ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നടക്കാറ്. പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ്. പിന്നെ ടൈം ആൻഡ് വർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടും അത്യാവശ്യം നന്നായിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഒരു ടേം മാത്രം തെറ്റാണ്. അപ്പോൾ തെറ്റാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു എക്സാം അനാലിസിസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്നിട്ടുള്ള എയർ ട്രാഫിക് കൺട്രോളർ ജൂനിയർ എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ്റെ എക്സാം അനാലിസിസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലേറ്റസ്റ്റ് എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നമ്മുടെ ഡിസംബർ 2023 27 ആയിരുന്നു JEEയുടെ ഈ എക്സിക്യൂട്ടീവ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഈ എക്സാമിൻ്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പല ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളുടെ വെയിറ്റേജ് ഏതൊക്കെയാണ്, വീണ്ടും ഓരോ സബ് ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതും ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നതും ഏതൊക്കെയാണ്, പിന്നെ ഈ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ കുറച്ച് കട്ട് ഓഫ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി, അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഈ ലേറ്റസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. ഇതുകൂടി ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ തന്നെയാണ്. എക്സാം പാറ്റേൺ അറിയാതെ എങ്ങനെയാണല്ലേ നമ്മുടെ എക്സാമിൻ്റെ അനാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം എക്സാമിൻ്റെ പാറ്റേൺ. എക്സാം രണ്ട് ഭാഗങ്ങളായിട്ടാണ് നടക്കാറ്. പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് എക്സാമിനേഷൻ ഉള്ളത്. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെയും പോലെ തന്നെ വരുന്ന സാധാരണ പോലെയുള്ള സിലബസ് ആണ്. പാർട്ട് ബി ആണ് പിന്നെയും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് വരുന്നത്. പാർട്ട് ബിയിൽ മാത്സും ഫിസിക്സും ആണ് വരുന്നത്. നമ്മുടെ 11th and 12th നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന മാത്സ് ആൻഡ് ഫിസിക്സ് ആണ് പാർട്ട് ബിയിൽ വരുന്നത്. പാർട്ട് എക്കും പാർട്ട് ബിക്കും ഒരേ വെയിറ്റേജ് ആണ്. രണ്ടെണ്ണത്തിനും 60 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ്. ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിനുള്ള വെയിറ്റേജ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ നിന്ന് 120 മാർക്കായിരിക്കും. മൊത്തം നിങ്ങൾക്ക് കിട്ടുന്ന സമയം 2 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാം പാറ്റേണിൽ പറയാനുള്ളത്. അതിൽ ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്നത് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK-ക്കാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇംഗ്ലീഷിനാണ്. മാത്സിനും റീസണിങ്ങും തുല്യ വെയിറ്റേജ് ആണ്. മാർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഓൾറെഡി കാണാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ്. സോ ഇംഗ്ലീഷിനകത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇഷ്ടം പോലെ സബ് ടോപ്പിക്സ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ സിലബസ് ഡിസ്കഷൻ്റെ വീഡിയോയിലൊക്കെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ളത് ആൻറ്റണിംസ്, സിനോണിംസ്, സ്പോട്ടിംഗ് ദി എറർ, കറക്റ്റിംഗ് ദി സെൻറ്റൻസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അതുപോലെ തന്നെ വേർഡ്സ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ പലതരം കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇംഗ്ലീഷിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രകാരം അല്ലെങ്കിൽ എന്താ പറയുക, ഇംഗ്ലീഷിൻ്റെ ആ ഒരു വെയിറ്റേജ് പ്രകാരം ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ഇത് ത്രൂ ഔട്ട് പല ഷിഫ്റ്റുകളിലും അനലൈസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഷിഫ്റ്റ് 1ൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് എക്സാക്ട്ലി അല്ല, എക്സാം എഴുതി വന്ന കുട്ടികളുടെയൊക്കെ അടുത്ത് ചോദിച്ചത് പ്രകാരമുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. സോ ഇവിടെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ആക്റ്റീവ് വോയിസ് പോലുള്ള ചെറിയ ടോപ്പിക്കിൽ നിന്നും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ആൻറ്റണിംസ് ആൻഡ് സിനോണിംസും കുറവായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്രാമാറ്റിക്കൽ എറർ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ സെൻറ്റൻസ് റീഅറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും. അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാകും, അതിൽ ഒന്നാമത്തെയും ലാസ്റ്റത്തെയും സെൻറ്റൻസ് ഒഴികെ ബാക്കിയെല്ലാം ജംബിൾഡ് ആയിരിക്കും. അപ്പോൾ ആ സെൻറ്റൻസസിനെ കറക്റ്റ് ആക്കുക, അത് ഉദ്ദേശിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. വീണ്ടും ഡിറക്റ്റ് ആൻഡ് ഇൻഡിറക്റ്റ് സ്പീച്ചിൽ തന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഈ സബ് ടോപ്പിക്കിൽ നിന്നും ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി അടുത്തത് റീസണിംഗ് ആണ്. സോ റീസണിങ്ങിലും ഇഷ്ടംപോലെ സബ് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്നും പസിൽസിൽ നിന്നും ആയിരുന്നു. സോ കോഡിംഗ് ആൻഡ് ഡീകോഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ഇഷ്ടംപോലെ സബ് ടൈപ്സ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ഉണ്ട്, നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ഉണ്ട്, സെൻറ്റൻസസ് വെച്ചിട്ടുള്ളതുണ്ട്, സിമ്പിൾസ് വെച്ചിട്ടുള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ചോദ്യങ്ങൾ വരാറുണ്ട്.
അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഗവൺമെൻറ് എക്സാംസിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതേസമയം ഈസിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്കോറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിനെ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പസിൽസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ പസിൽസ് അധികവും നിങ്ങൾക്കറിയാമല്ലേ, ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് ക്ലൂകൾ തന്നിട്ടുണ്ടായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക, അതിനെയാണ് നമ്മൾ പസിൽസ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഫ്ലോർ ബേസ്ഡ് പസിൽസ് വരാറുണ്ട്, ട്രൂത്ത് ടേബിളൊക്കെ വരച്ചിട്ടുള്ള ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ളത് വരാറുണ്ട്, കണ്ടീഷണൽ പസിൽസ് വരാറുണ്ട്, അനാലിറ്റിക്കൽ പസിൽസ് വരാറുണ്ട്, ഗ്രൂപ്പ് ഫോർമേഷൻ, അങ്ങനെ പസിൽസിലൊക്കെ ഇഷ്ടം പോലെ സബ് ടൈപ്സ് ഉണ്ട്. സോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈ കഴിഞ്ഞ നടന്ന എക്സാമിൽ ഉണ്ടായിരുന്നത് പസിൽസിനും അതുപോലെ തന്നെ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിനുമാണ്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതും പസിലിൻ്റെ ഒരു സബ് ടൈപ്പാണ്. അതിലും അത്യാവശ്യം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഡിറക്ഷൻ സെൻസിൽ നിന്നും വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയാൽ അതിൽ കൂടുതലും ബ്ലഡ് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം ബ്ലഡ് റിലേഷൻഷിപ്പിന് വെയിറ്റേജ് കുറഞ്ഞു. വീണ്ടും പേപ്പർ ഫോൾഡിങ്, നോൺ വെർബൽ റീസണിങ് ആണ് പേപ്പർ ഫോൾഡിങ് അല്ലേ. ഒരു പേപ്പറിനെ പലതവണ ഫോൾഡ് ചെയ്ത് കുറച്ച് ഹോൾസ് പഞ്ച് ചെയ്തിട്ട് നിവർത്തി കഴിയുമ്പോൾ വരുന്ന പാറ്റേൺ കണ്ടുപിടിക്കുക, അതാണ് പേപ്പർ ഫോൾഡിങ്. പിന്നെ നമ്പർ സീരീസിൻ്റെ ചോദ്യങ്ങളും പെയർ ഫോർമേഷൻ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റീസണിങ്ങിൽ നിന്നും ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് മേജറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ പാർട്ട് എയിലെ മാത്സിൽ നിന്നും. പാർട്ട് ബിയിലെ മാത്സ് അല്ല, പാർട്ട് ബിയിലെ മാത്സ് കോർ മാത്സ് ആണ്. പാർട്ട് എയിലെ മാത്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് നിങ്ങൾക്കിവിടെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ അപ്പോൾ എന്താണ്? ഇങ്ങനെ ബാർ ചാർട്ടുകൾ, പൈ ചാർട്ടുകൾ അല്ലെങ്കിൽ ലൈൻ ഗ്രാഫുകൾ ഒക്കെ പോലെയുള്ള തന്നിട്ടുള്ള ചോദ്യങ്ങളെയാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തായിരിക്കും? ഒരു ടേബിളിൽ ഡേറ്റ തന്നിട്ടുണ്ടാവും. ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. അധികവും തന്നിരിക്കുന്ന ഡേറ്റയുടെ ആവറേജ് എത്രയാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തെ മേ ബി ഇപ്പോൾ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഒരു വർഷത്തെ പ്രൊഡക്ഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടുത്ത വർഷത്തെ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു, ഇനി തന്നിരിക്കുന്ന 2 ഇയേഴ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ റേഷ്യോ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് സാധാരണ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസിൽ വരാറ്. പിന്നെ ടൈം ആൻഡ് വർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടും അത്യാവശ്യം നന്നായിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ പൊതുവെ ആഫ്കാറ്റും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇത്രയും കൂടി ഡിഗ്രി ലെവൽ എക്സാംസ് തന്നെ കുറച്ചും കൂടി ഹൈ ലെവൽ എക്സാംസിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ടും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നിന്നുമൊക്കെ. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്പർ സീരീസ് ആണ്. സോ നമ്പർ സീരീസ് ബേസിക്കലി റീസണിങ്ങിൻ്റെ ഒരു സബ് ടോപ്പിക് കൂടി ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസുകളായിരിക്കും. അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ഹാർമോണിക് പ്രോഗ്രഷൻ, ജിയോമെട്രിക് പ്രോഗ്രഷൻ പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസുകളായിരിക്കും. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ. അവിടെ കൂടുതലും ഫോർമുലാസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക. അതേസമയം റീസണിങ്ങിലാകുമ്പോൾ നമുക്ക് ഫോർമുലാസ് ഒന്നുമില്ല അല്ലേ, നമ്മൾ ലോജിക്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളും ഇതിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും. സോ അപ്പോൾ ഇതൊക്കെ ഇച്ചിരി കുട്ടികൾ പൊതുവെ ഇച്ചിരി ടഫാണ് എന്ന് പറയുന്ന സബ്ജക്റ്റുകളാണ്. പക്ഷേ അത്ര ടഫാണോ എന്ന് ചോദിച്ചാൽ അത്ര ടഫൊന്നും അല്ല അല്ലേ. സോ അപ്പോൾ ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദ്യങ്ങളും സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദ്യങ്ങളും, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി അടുത്തത് നമ്പർ സിസ്റ്റമാണ്. സോ നമ്പർ സിസ്റ്റം എല്ലാവർക്കും അറിയാമല്ലോ. നമ്പർ സിസ്റ്റംസിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഒക്കെയാണ് അല്ലേ. ഏതൊക്കെ തരത്തിലാണ് നമ്പേഴ്സ് ഉള്ളത്, അവയുടെ കൺവേർഷൻസ് എന്തൊക്കെയാണ്, ഹോൾ നമ്പേഴ്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ കൺവേർഷൻസും ആപ്ലിക്കേഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്പർ സിസ്റ്റംസിൽ പഠിക്കുന്നത്. പിന്നെ സർപ്രൈസിംഗ്ലി മെൻസുറേഷൻ, അതായത് ഏരിയസ് ആൻഡ് വോള്യൂംസിൽ നിന്നും ചോദ്യങ്ങൾ ഈ വർഷം കുറവായിരുന്നു എന്നുള്ളതാണ്. പൊതുവേ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമ്മളിപ്പം ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷന് പകരം പൊതുവെ മെൻസുറേഷനിൽ നിന്നാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷേ ഈ വർഷം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും കുറവായിരുന്നു. ഏരിയസ് ആൻഡ് വോള്യൂംസിൽ നിന്ന് ആകെ 2 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടെ ആൽജിബ്ര നോക്കിയിട്ടുണ്ടെങ്കിലും ആൽജിബ്ര അതിൽ നിന്നും ആകെ 2 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ തന്നെ ട്രെയിൻ ബേസ്ഡ് ചോദ്യങ്ങളും റേസ് ബേസ്ഡ് ചോദ്യങ്ങളും ബോട്ട്സ് ആൻഡ് സ്ട്രീംസും ഒക്കെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് വീണ്ടും കുറവായിരുന്നു. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്നത് ആവറേജ് ആണ്. ആവറേജ് എല്ലാവർക്കും അറിയാം അല്ലേ. ആവറേജ് ഇപ്പം ഡയറക്റ്റ് ആവറേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല. ആവറേജിൽ ഒരുപക്ഷെ മറ്റുള്ള ടോപ്പിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാം. ഇപ്പോൾ ആവറേജും പെർസെൻറ്റേജും തമ്മിലുള്ള റിലേഷനോ അല്ലെങ്കിൽ ആവറേജും റേഷ്യോസും തമ്മിലുള്ള റിലേഷനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വരാം. പിന്നെ ആവറേജിൽ നിന്ന് ആകെ 2 എണ്ണേ ഉള്ളൂ. പിന്നെ ട്രിഗ്നോമെട്രിയിൽ നിന്നും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസിൽ നിന്നും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാം അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ വർഷത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, 120 മാർക്കിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. 120 ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് കൂടി നമ്മൾ ഏകദേശം പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി ഇങ്ങനെ ആയിരിക്കും എന്നല്ല, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസിൻ്റെ കട്ട് ഓഫും അതുപോലെ തന്നെ ഈ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നോർമലൈസ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരിക. എന്ന് വെച്ചാൽ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കട്ടി മീൻസ് ഡിഫിക്കൽട്ടി ഉപയോഗിച്ചും ഒക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ കട്ട് ഓഫിനകത്ത് ജനറൽ കാറ്റഗറിക്ക് ഔട്ട് ഓഫ് 120ൽ 89 to 93, സോ ഒരു 90+ മാർക്ക് ഉണ്ടെങ്കിൽ സേഫ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ റിസർവേഷനുള്ള കാറ്റഗറീസിന് അവർക്ക് ഇത്രയും കൂടി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ OBC ഒക്കെ ആണെങ്കിൽ 86 to 90, ഒരു 5 മാർക്സ് താഴേക്ക് പോയിട്ട്. ഇനി വീണ്ടും അതുപോലെ തന്നെ SC ST ഒക്കെ ആണെങ്കിൽ 80 to 84. സോ ഒരു എന്തായാലും ഒരു 80+ റേഞ്ചിലേക്കായിരിക്കും കട്ട് ഓഫ് ഈ വർഷത്തെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ജനറൽ കാറ്റഗറിക്ക് 90+ഉം ഔട്ട് ഓഫ് 120യും മറ്റുള്ളവർക്ക് ഔട്ട് ഓഫ് 120 80+ഉം ആണ് നമ്മൾ ഈ വർഷത്തെ കട്ട് ഓഫായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ, ഇതിന് മുമ്പത്തെ വർഷത്തെയൊക്കെ കട്ട് ഓഫാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 2022 കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക് 94.75 ആയിരുന്നു. അതേസമയം ഇവിടെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അവർക്ക് 68.167 ആണ് ആകെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും 90, 91, 86, 82 ഒക്കെയാണ്. സോ ഐഡിയലി ഈ വർഷവും അത് തന്നെയായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 90+, ഇവിടെ 94+ ആണ്. ഇവിടെ OBCക്ക് വരെ 91 ആണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൽ വന്നത്. ഇനി അതിന് മുമ്പത്തെ കട്ട് ഓഫ് 2021 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 93 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2021 കാര്യമാണ് കേട്ടോ. വീണ്ടും SC STക്ക് 82 and 85ലേക്കൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ്. ഇനി 2018 കട്ട് ഓഫ് ഉണ്ട്. 2018 കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക് വരെ 87 ആണ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഒരു 3-4 വർഷം മുമ്പ് അത്രയുമാണ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കട്ട് ഓഫിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിയാണ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഓർക്കുക. അവിടെ ആ വർഷം 2018 ST കാറ്റഗറിക്ക് ആകെ 75 മാർക്കൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ കട്ട് ഓഫിന്. ഓക്കെ, അതേസമയം ഇവിടെ വീണ്ടും അതിന് ശേഷമുള്ള വർഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് 80ൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ. സോ 5 മാർക്സിൻ്റെ വ്യത്യാസം വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ വർഷത്തെ കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകൾ നമ്മളിവിടെ ഡിസൈഡ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളതും. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എക്സാം അനാലിസിസ് ആണ് ചെയ്യുന്നത്. എക്സാം അനാലിസിസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 3 ഷിഫ്റ്റുകളിലായിട്ടാണ് ഡിസംബർ 27, 2023 എക്സാം നടന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് ഇവിടെ ചെയ്യാമെന്ന് പറയുന്നത് നടക്കില്ല, ഒത്തിരി ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും എല്ലാ ഷിഫ്റ്റിൽ നിന്നുമുള്ള മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മിക്സ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇക്കഴിഞ്ഞ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദി റിലേറ്റഡ് ലെറ്റർ പെയർ ഫ്രം ദ ഗിവൻ ഓൾട്ടർനേറ്റീവ്സ്. തന്നിരിക്കുന്ന സീരീസ് ക്വസ്റ്റ്യനിൽ നിന്നും ഏത് ലെറ്റർ പെയർസ് ആണ് തന്നിരിക്കുന്ന പെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് CXIR is to EA MW ആസ് ഇൻ ഡാഷ് is to ഡാഷ്. CXIR എങ്ങനെയാണോ EA MWയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അതേപോലെയുള്ള റിലേഷൻഷിപ്പ് കാഴ്ചവെക്കുന്ന ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സോൾവ് ചെയ്ത് തരുവാണ് കേട്ടോ. ഷോർട്ട് കട്ട് ഒന്നും കാണിക്കുന്നില്ല. ഷോർട്ട് കട്ട് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരും എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ചെയ്യുന്നതെന്ന്. സോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുവാണ്. ഷോർട്ട് കട്ട് മാത്രം മതി എന്നുള്ളവർ ഈ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ ഇവിടേക്ക് CXIR തന്നിട്ടുണ്ട്. ഇവിടെ വാല്യൂ EA M and W ആണ്. അതേ റിലേഷൻഷിപ്പ് ഈ തന്നിരിക്കുന്ന ഏതുമായിട്ടാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക.
പ്ലേസ് വാല്യൂ ഇവിടെ 3 ആണ്, ഇവിടെ 24, 9 ആൻഡ് 18. വീണ്ടും 5 ഉണ്ട്, പ്ലേസ് വാല്യൂ 1, 13 ആൻഡ് 23. ഓക്കെ, അപ്പോൾ ഇവിടെ ഷിഫ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. ആദ്യം 3ഉം 5ഉം ആണ് ഷിഫ്റ്റിംഗ്, +2 ആണ്. നെക്സ്റ്റ് 24ഉം 1ഉം എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും? 1 എന്ന് വെച്ചാൽ 26ന് ശേഷം വരുന്ന 1 ആണ്, സോ 27 ആണ്. സോ ബേസിക്കലി ഇവിടെ +3 ആണ് വരുന്നത്. ഇവിടേക്ക് +4ഉം അതുപോലെ ഇവിടേക്ക് +5ഉം ആണ് നമുക്ക് ഇവിടേക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അതേ റിലേഷൻഷിപ്പ് വരുന്നത് ഏതിലാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ചോദ്യം. സോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആറും ടിയും ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ +2 ആണ്. ഇവിടെ ആറും എമ്മും നോക്കിയിട്ടുണ്ടെങ്കിൽ +2 ആണോ? അല്ല, -5 ആണ്. സോ ഈ ഓപ്ഷൻ തെറ്റ്. ഇവിടെ ക്യൂവും 19ഉം +2 ആണ്, കറക്റ്റാണ്. ഇവിടെ വീണ്ടും അടുത്തത് രണ്ടും +2 ആണ്, ഇതും കറക്റ്റാണ്. അപ്പോൾ ഇനി അടുത്തതിൽ എന്ത് വരണം? +3 വരണം അല്ലേ. 21 + 3 24 ആണ്, L അല്ല. സോ ഇത് തെറ്റ്. ഇനി അടുത്തത് 21 + 3 ചെയ്തിട്ടുണ്ടെങ്കിൽ 24 ഇവിടെ കറക്റ്റാണ്. ഇവിടെ വീണ്ടും 26 + 3 ചെയ്തിട്ടുണ്ടെങ്കിലും കറക്റ്റാണ്. അപ്പോൾ ഇനി അടുത്തതിൽ +4 വരണം അല്ലേ. ഇവിടെ 8 + 4 ആണ് 12, അതുപോലെ തന്നെ ഇവിടെ 18 + 4 ആണ് 22. ഇവിടേക്ക് +5 വരണം. ഇത് പക്ഷേ എത്രയായിപ്പോയി? 6ഉം 8ഉം ആയിപ്പോയി. സോ അതെത്രയാണ്? ആകെ +2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഉത്തരവും തെറ്റ്. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി ഇതിങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടതെന്ന് കരുതുക. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് കട്ട് ഉണ്ട് സോൾവ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ 2 ലെറ്റേഴ്സ് റിലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റിലേക്ക് പോകുന്നതിന് പകരം ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോവുക. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഇവിടെ 18ഉം 23 ആണ്, ഇവിടെ +5 ആണ്. സോ +5 എവിടെയൊക്കെ വരുന്നുണ്ട്? 13ഉം 21ഉം +5 ആണോ? അല്ല, ഈ ഉത്തരം തെറ്റ്. 24ഉം ഓയും +5 ആണോ? അല്ല, തെറ്റ്. വീണ്ടും 6ഉം 8ഉം +5 ആണോ? അല്ല. സോ ഇവിടെ 14ഉം 19ഉം +5 ആണ്. സോ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയുള്ള മെത്തേഡാണ്. ഇപ്പോൾ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഇത് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. In a certain code language, patent is written as RCV GPV. What is the code for reward in that language? ഇതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഒരു പ്രത്യേക ഭാഷയിൽ പേറ്റൻറ്റ് എന്നതിനെ RCV GPV എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതേ ഭാഷയിൽ നമ്മൾ റിവാർഡ് എന്നതിനെ എങ്ങനെയാണ് കോഡ് ചെയ്യുക? എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് പേറ്റൻ്റ് ആണ് PA, നെക്സ്റ്റ് TEN ആൻഡ് T ഉണ്ട്. അതിൻ്റെ കോഡായിട്ട് ഇവിടേക്ക് RCV, അതിനുശേഷം GP ആൻഡ് V. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് വേണ്ടത് ഏതാണ്? റിവാർഡാണ്, RE, അതിനുശേഷം WAR ആൻഡ് D. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. സോ അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തു നോക്കാം, ഇല്ലെങ്കിൽ അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് ആണ് അല്ലേ. പ്ലേസ് വാല്യൂ ഇല്ലാതെയും നമുക്ക് സോൾവ് ചെയ്യാം. സോ Pയും Rഉം കാണുമ്പോൾ അറിയാം ഇവിടെ +2 ആണ്. Aയും Cയും വീണ്ടും +2 ആണ്. 20 ആൻഡ് 22 +2. ഇവിടേക്കും +2 ആണ് വരുന്നത്, ഇവിടേക്കും +2 ആണ്, ഇവിടേക്കും +2 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് വേണ്ടത്? ഫസ്റ്റ് 4 + 2ൻ്റെ വാല്യൂ ഇവിടെ ഏതാണ്? F ആണ് വരുന്നത് അല്ലേ. F ആകെ ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ, അത് തന്നെ നമുക്കിവിടെ ശരി ഉത്തരമായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളതിനെയും കൂടെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. 18 + 2ൻ്റെ വാല്യൂ T ആണ് ഇവിടേക്ക് വരുന്നത്. വീണ്ടും A + 2ൻ്റെ വാല്യൂ C ആണ്. 23 + 2 ചെയ്തിട്ടുണ്ടെങ്കിൽ Y വരും. നെക്സ്റ്റ് E + 2 ചെയ്തിട്ടുണ്ടെങ്കിൽ G വരും. R + 2 ചെയ്തിട്ടുണ്ടെങ്കിൽ T വരും. സോ TGYCTF ആണ്. അതായത് ഓപ്ഷൻ നമ്പർ 1ലുള്ള TGYCTF ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും വീണ്ടും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇതൊരു നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്പർ സീരീസിൻ്റെ ടോപ്പിക്കിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. A series is given with one term wrong. Select the wrong term from the given alternatives. അപ്പോൾ ഇവിടെ ഒരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഒരു ടേം മാത്രം തെറ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ടേം ഏതാണെന്ന് കണ്ടെത്തുക അല്ലേ, ഇതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ടേംസ് എന്തൊക്കെയാണ്? ഇവിടെ 66 ഉണ്ട്, അത് കഴിഞ്ഞ് 61 ഉണ്ട്, അതിനുശേഷം 54 ഉണ്ട്, വീണ്ടും 39 ഉണ്ട്, അത് കഴിഞ്ഞ് 30 ഉണ്ട്, നെക്സ്റ്റ് ഇവിടെ 13ഉം -6ഉം ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഒന്നും കൂടെ എഴുതാം. 66 ഉണ്ട്, 61 ഉണ്ട്, വീണ്ടും 54 ഉണ്ട്, അതിനുശേഷം 39, 30, 13 ആൻഡ് -6. ഇത് കാണുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് അറിയാവുന്നത്?
ഈ തന്നിരിക്കുന്ന സീരീസ് എല്ലാം തന്നെ നോക്കിക്കേ, ടേംസ് ഒക്കെ 66 ഇൻക്രീസ് ചെയ്തിട്ട്, അതായത് ഒരു വലിയ വാല്യൂവിന് ചെറുതായി പോകുന്ന ഒരു സീരീസാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു ഡിക്രീസിങ് സീരീസാണ് എന്ന് കരുതി ഒരു ഡിവിഷൻ വരാൻ പാകത്തിനുള്ള സ്കോപ്പ് ഈ ക്വസ്റ്റനിലുണ്ടോ? അത്രയും വലിയ ഡിക്രീസ് ഇവിടെ കാണിക്കുന്നുണ്ടോ? ഇല്ല, ചെറിയ രീതിയിലുള്ള ഡിക്രീസ് മാത്രമാണ് ഇവിടെ നമുക്ക് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നോക്കുക, 66ഉം 61ഉം എത്രയാണ്? -5 ആണ് വരുന്നത്. ഇനി അടുത്തത് വീണ്ടും 61ഉം 54ഉം ആണ്. എത്രേൻ്റെ ഗ്യാപ്പാണ്? -7ൻ്റെ ഗ്യാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വീണ്ടും 54ഉം പിന്നെ 39ഉം ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? -15ൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഇനി 39ഉം 30ഉം ആണ് അടുത്തതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയായി? -9 വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീണ്ടും 30ഉം അതുപോലെ തന്നെ 13ൻ്റെയും വ്യത്യാസം എത്രയാണ്? -17 ആണ് വരുന്നത്. ഇനി 13ൽ നിന്നും 6ലേക്ക് -6ലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 13 -6 ആണ് നമ്മുടെ വാല്യൂ ആയിട്ട് ഇവിടെ കിട്ടേണ്ടത്. ഇവിടെ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ 30ൽ നിന്നും 17 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 13 കിട്ടുന്നത്. അപ്പോൾ 13ൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് -6 കിട്ടുക? അതാണ് നമ്മൾ ഇവിടേക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? -19 ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, 13 -19 ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. അപ്പോൾ ഇനി ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ടേം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ 5 ഉണ്ട്, 7 ഉണ്ട്, ഇവിടെ 17 ഉണ്ട്, 19 ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഈ 15ഉം പിന്നെ അത് കഴിഞ്ഞ് ഇവിടേക്ക് 9ഉം വരിക? എന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ മേ ബി നമ്മുടെ പ്രൈം നമ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 5 പ്രൈമാണ്, 7 പ്രൈമാണ്. അടുത്ത പ്രൈം ഇവിടെ ഏത് വരണം? 11 വരണം. അതിനുശേഷം അടുത്ത പ്രൈം ഇവിടെ 13 വരണം. അത് കഴിഞ്ഞ് 17ഉം 19ഉം വന്നാൽ കറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യുക? -11 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 43 ആണ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് -11 ചെയ്താൽ 43 വരും. 43ന്ന് -13 ചെയ്താൽ 30 വരും അല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന 43 ആണ് ശരിയായിട്ടുള്ള ടേം. അപ്പോൾ 39 തെറ്റും 43 ശരിയുമാണ് വേണ്ടത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ള ടേം ഏതാണ്? ഓപ്ഷൻ നമ്പർ 1ലുള്ള 39 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇതപ്പം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. A sum becomes ₹14,000 in 4 years on simple interest at the rate of 10% per annum. What is the total interest for 4 years? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നും, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഒരു സമ്മിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 4 വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇത് എത്രയാവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 14,000 ആണ് ആവുന്നത്. ആൻഡ് റേറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 10% ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഇസ് ദി ടോട്ടൽ ഇൻട്രസ്റ്റ് ഫോർ 4 years? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ഈ കേസിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ടോട്ടൽ വാല്യൂ, അതായത് പ്രിൻസിപ്പൽ എത്രയാണെന്ന് നമുക്കറിയില്ല, അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നും അറിയില്ല അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഒരു എമൗണ്ട് ആയിട്ട് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ എമൗണ്ട് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ ആയിട്ടാണ് നമ്മൾ എടുക്കാറ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ 14,000 എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4 വർഷം കൊണ്ട് എത്രയായിട്ട് മാറുന്നു? ഇവിടെ 14,000 rupees സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫോർമുല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എത്രയാണ്? PRT ഡിവൈഡഡ് ബൈ 100 പ്ലസ് വീണ്ടും ഇവിടേക്ക് പ്രിൻസിപ്പൽ, ഈ പിയുടെ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 10% per annum ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം ഈ 14,000 എന്ന് പറയുന്നത് 10,000 പ്ലസ് 4,000 ആണ്. അങ്ങനെയാണെങ്കിലാണ് 10% വരുമ്പം ഒരു വർഷം 1000 രൂപ വെച്ചിട്ട് 4 വർഷം കൊണ്ട് 4,000 വരുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് 4,000 രൂപയാണെന്ന് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു മൈൻഡ് കാൽക്കുലേഷൻ വെച്ച് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ഇവിടെ റേറ്റിൻ്റെ വാല്യൂ 10 ആണ്.
ടൈം ഡ്യൂറേഷൻ വീണ്ടും ഇവിടേക്ക് 4 ആണ്, ഡിവൈഡഡ് ബൈ 100 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും ഇവിടേക്ക് പി ആണ് നമ്മൾ ഇവിടേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഇവിടെ 10 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടൈം ഡ്യൂറേഷൻ 4 ആണ്, ഇത്രയൊക്കെ നമുക്ക് കിട്ടി. ഇതിനെ നമുക്കപ്പോൾ ഫുൾ വാല്യൂ ആയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? മുകളിലേക്ക് ചെയ്യാം. ഇവിടേക്ക് 40p പ്ലസ് വീണ്ടും ഈ 100നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് 100p വരും. ഡിവൈഡഡ് ബൈ 100 ആണ് വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 140 p ഡിവൈഡഡ് ബൈ 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ വാല്യൂ ആയിട്ടുള്ള 14,000 ആയിട്ട് ഇവിടേക്ക് കിട്ടും. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുപോകാം. അതിനു മുമ്പ് ഈ 2 സീറോനെയും ക്യാൻസൽ ചെയ്യാം. ദെയർഫോർ 14p ഈസ് ഈക്വൽ ടു 14,000 ഇൻറ്റു 10 ആണ്. അപ്പോൾ ഒരു സീറോയും കൂടി വരും. ദെയർഫോർ പിയുടെ വാല്യൂ എത്രയാണ് ഇവിടേക്ക്? 10,000 ആണ് നമുക്കിവിടെ വാല്യൂ ആയിട്ട് വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് ഇസ് ദി ടോട്ടൽ ഇൻട്രസ്റ്റ് ഫോർ 10 ഇയേഴ്സ് അല്ല 4 ഇയേഴ്സ് എന്നാണ് നമ്മുടെ ചോദ്യം. സോ പ്രിൻസിപ്പാൾ തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? SI ഇസ് ഈക്വൽ ടു PRT ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടേക്ക് 10,000 ഇൻറ്റു റേറ്റ് 10, ടൈം ഡ്യൂറേഷൻ 4 ഡിവൈഡഡ് ബൈ 100. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആൻസർ 4,000 എന്ന് വരും. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 4,000 എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. When 20% of a number is added to 80, the result is that number only. What is the value of that number? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഒരു നമ്പറിൻ്റെ 20% നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ആ നമ്പർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക? നമുക്ക് ആദ്യം ഈ നമ്പറിനെ ഒരു വേരിയബിൾ ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു ലെറ്റ് ദ നമ്പർ ബി, നമുക്ക് തൽക്കാലം എക്സ് ആയിട്ട് എടുക്കാം. നൗ വെൻ 20% ഓഫ് ദാറ്റ് നമ്പർ ഇസ് ആഡഡ് ടു 80, സോ 20% ഓഫ് എക്സ് ഇസ് ആഡഡ് ടു 80, നമുക്ക് കിട്ടുന്ന ആൻസർ ഇസ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ് അല്ലേ? സോ 20% ഓഫ് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 20 ഡിവൈഡഡ് ബൈ 100 ഓഫ് എക്സ് പ്ലസ് 80 ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? എക്സ് ബൈ 5 എന്ന് പറയാം അല്ലേ? സോ എക്സ് ബൈ 5 പ്ലസ് 80 ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 80 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഓഫ് എക്സ് ബൈ 5 എന്നാണ് വരുന്നത്. ഇവിടെ അപ്പോൾ എത്രയാണ്? 5x മൈനസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 5 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4x ഡിവൈഡഡ് ബൈ 5 ആണ്. ദെയർഫോർ 80 ഇസ് ഈക്വൽ ടു 4x ഡിവൈഡഡ് ബൈ 5 ആണ് കിട്ടുന്നത്. ദെയർഫോർ 4xൻ്റെ വാല്യൂ എത്രയായിരിക്കും? 80 ഇൻറ്റു 4 ചെയ്തിട്ടുണ്ടെങ്കിൽ 400 കിട്ടും. 400 ഇസ് ഈക്വൽ ടു 4x ആണെങ്കിൽ എക്സ് വിൽ ബി ഈക്വൽ ടു 100 ആയിരിക്കും വാല്യൂ ആയിട്ട് വരും അല്ലേ? സോ എക്സ് ഇസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ബിയിലാണുള്ളത്. സോ ഓപ്ഷൻ നമ്പർ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ഉത്തരവും വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A trader allowed a discount of 20% on a trolley bag having list price of 1362 and earns a profit of 12.5%. What is the CP of the trolley bag? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയോ? ഇല്ല. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുള്ളൂ. സോ ബേസിക്കലി നമുക്കിവിടെ അറിയാത്തത് കൊണ്ട് അതിനെ നമുക്കൊരു വേരിയബിൾ ആയിട്ട് എടുക്കാം. സോ കോസ്റ്റ് പ്രൈസിനെ ഞാനിപ്പോൾ മേ ബി എക്സ് റുപ്പീസ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് കരുതുക. ഇനി ഇതിൻ്റെ ലിസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ലിസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 1362 റുപ്പീസ് ആണ് തന്നിട്ടുണ്ട്. ആൻഡ് എ ട്രേഡർ ഗേവ് എ ഡിസ്കൗണ്ട് ഓഫ് എത്രയാണ്? 25% ആണ്. അപ്പോൾ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ റിമൈനിങ് ആയിരിക്കും അല്ലേ? സോ 75% ഓഫ് ലിസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 1362 ആണ്. സോ 75% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ്? 3/4 ആണ് അല്ലേ? സോ 3/4 ഓഫ് 1362 ആണ് നമ്മുടെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും? ആദ്യം നമ്മുടെ ഈ 1362നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡെസിമൽ വാല്യൂ ആണ് കിട്ടുന്നത്. സോ എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആൻസർ. സോ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് 1021.5 റുപ്പീസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ പ്രോഫിറ്റിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് ഇൻറ്റു
സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഇവിടെ പ്രോഫിറ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 12.5 ആണ്. 12.5 ഇൻറ്റു ഇവിടേക്ക് 1021.5 ആണ് വാല്യൂ വരുന്നത്. Therefore 100 ഇൻറ്റു 1021.5 ഡിവൈഡഡ് ബൈ 112.5 ആണ് വാല്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ട് ഡെസിമൽ വാല്യൂ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 908 റുപ്പീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിയർ കാൽക്കുലേഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 908 റുപ്പീസ് ആണ് ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 908 റുപ്പീസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ആർ ഡിവിസിബിൾ ബൈ 4? 4 വെച്ചിട്ട് ഡിവിസിബിൾ ആകുന്ന എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്പർ സീരീസിൽ നിന്നും മാത്സിൽ ചോദ്യങ്ങൾ വരുമെന്ന്. അപ്പോൾ അത് AP-യോ GP-യോ അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷനോ ഹാർമോണിക് പ്രോഗ്രഷനോ ജിയോമെട്രിക് പ്രോഗ്രഷനോ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലുള്ളൊരു ആപ്ലിക്കേഷൻ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് അല്ല 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. സോ 4 വെച്ച് ഡിവിസിബിൾ ആവുന്ന ഒന്നാമത്തെ 2 ഡിജിറ്റ് നമ്പർ 12 ആണ്. പിന്നെ ഏതാണ് 16, പിന്നെ 20 അപ് ടു എവിടം വരെ പോകും? 99 ഇല്ല, 8 ഇല്ല, 7 ഇല്ല, 96 വരെ പോകും അല്ലേ. സോ ബേസിക്കലി ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഒന്നാമത്തെ ടേം ഏതാണ്? എ എന്ന് പറയുന്നത് 12 ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 96 ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ +4 ആണ് അല്ലേ. സോ കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ലാസ്റ്റ് ടേമിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം? എല്ലാവർക്കും ഫോർമുല അറിയാമായിരിക്കും അല്ലേ. nth ടേം ഓഫ് എൻ AP ഇസ് ഗിവൻ ബൈ an ആണ് അല്ലേ. സോ an ഇസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് വരും. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ 12 ആണ്. പ്ലസ് എന്നിൻ്റെ വാല്യൂ അറിയില്ല, n മൈനസ് 1 ഇൻറ്റു d, കോമൺ ഡിഫറൻസ് 4 ആണ് വരുന്നത്. ഇവിടെ 96 ഇസ് ഈക്വൽ ടു 12 പ്ലസ് വീണ്ടും n മൈനസ് 1 ഇൻറ്റു 4 ആണ് വരിക അല്ലേ. അപ്പോൾ 96ഉം പിന്നെ ഇങ്ങോട്ട് 12 ഉണ്ട്. ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് n മൈനസ് 1 ഇൻറ്റു 4 വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ്? 84 ആണ് അല്ലേ. 84 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു n മൈനസ് 1 എന്ന് കിട്ടും. ദെയർഫോർ n മൈനസ് 1 വാല്യൂ ഇസ് ഈക്വൽ ടു 84 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 21 ആണ്. ദെയർഫോർ n എത്രയായിരിക്കും? n ഇസ് ഈക്വൽ ടു 21 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 22 അല്ലേ. അപ്പോൾ 22 ആണ്. ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 22 ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് വീണ്ടും നമ്മുടെ റീസണിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? In the following question, select the related pair from the given alternatives. ഈ തന്നിരിക്കുന്ന പെയേഴ്സിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം അല്ലേ. എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ആദ്യം BFVD എന്നാണ് തന്നിരിക്കുന്നത്. BFVD is to CCWA എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിലുള്ള ഏതുമായിട്ടാണ് അതേ റിലേഷൻഷിപ്പ് കാഴ്ചവെക്കുന്നത് എന്ന് കണ്ടുപിടിക്കാം. സോ B ആൻഡ് C ആണ്. ഇവിടെ +1 ആണ്, ഇവിടേക്ക് -3 ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടേക്ക് 22 and 23 വീണ്ടും +1, ഇവിടേക്ക് വീണ്ടും -3. അതേപോലെ ഉള്ള റിലേഷൻഷിപ്പ് ഏതാണ്? Z+1 A കറക്റ്റ് ആണ്, F+1 G കറക്റ്റ് ആണ്, P+ ഇത് മൈനസ് ആയിപ്പോയി, ഇത് തെറ്റ്, M+1ഉം ഇവിടെ ശരിയാണ്. അപ്പോൾ ഇനി അടുത്തതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ P+1 ഇവിടെ വീണ്ടും A ആണോ? അല്ല, തെറ്റ്. D+1 ഇവിടെ E കറക്റ്റ് ആണ്, A+1 ഇവിടെ B അല്ല, ഇതും തെറ്റ്. സോ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. വേണമെങ്കിൽ ഒന്നും കൂടി എടുത്തെഴുതാം. ഇവിടെ FK D ആൻഡ് H ആണ്, അതിനുശേഷം GH ഡബിൾ ആൻഡ് E ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? F ആൻഡ് G ചെയ്തിട്ടുണ്ടെങ്കിൽ +1 ആണ്, ഇവിടേക്ക് നമുക്ക് -3 ആണ് വരുന്നത്, വീണ്ടും ഇവിടേക്ക് +1 ആണ്, വീണ്ടും ഇവിടേക്ക് -3 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ നമ്പർ 2 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, A series is given with one term wrong. Select the wrong term from the given alternatives. വീണ്ടും ഇത് റീസണിങ്ങിലെ നമ്പർ സീരീസ് ആണ് കേട്ടോ, മാത്സിലെ നമ്പർ സീരീസ് അല്ല. റീസണിങ്ങിലെ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടേക്ക് തന്നിരിക്കുന്നത്.
സോ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇവിടെ 42 ഉണ്ട്, അതിനുശേഷം 43 ഉണ്ട്, നെക്സ്റ്റ് 46 ഉണ്ട്, അടുത്തത് 55 ഉണ്ട്, നെക്സ്റ്റ് 84 ഉണ്ട്, അതിനുശേഷം 163യും നെക്സ്റ്റ് ഇവിടേക്ക് 406 ആണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? മൾട്ടിപ്ലിക്കേഷൻ പോലെ ഉണ്ടോ? ഇൻക്രീസിങ് സീരീസ് ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇൻക്രീസിങ് സീരീസ് ഒന്നെങ്കിൽ അഡിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ അഡിഷൻ പോലെയാണോ മൾട്ടിപ്ലിക്കേഷൻ പോലെയാണോ? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് വേണം? തന്നിരിക്കുന്നതിൽ ഒരു വാസ്റ്റ് ഡിഫറൻസ് വേണം അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ഇല്ല. സോ ഡെഫിനറ്റ്ലി ഇതിവിടെ +1 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഇവിടേക്ക് പോകുമ്പോൾ +3 ആണ് വരുന്നത് അല്ലേ. ഇനി ഇവിടേക്ക് പോകുമ്പോൾ ഗ്യാപ്പ് പിന്നെയും ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടേക്ക് +9 ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 3 എന്ന് പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഏകദേശം കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് വീണ്ടും 84ഉം 55ഉം ആണ്. സോ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് എത്രയാണ്? 29ൻ്റെ ഗ്യാപ്പാണ് ഇവിടേക്ക് വരുന്നത് അല്ലേ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് 163യും 84ഉം ഗ്യാപ്പ് വരുന്നത് ഓൾമോസ്റ്റ് 79ൻ്റെ ഗ്യാപ്പാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് തന്നിരിക്കുന്നത് 406ഉം അതുപോലെ തന്നെ 163യും ആണ്. അതിൻ്റെ ഗ്യാപ്പ് എത്രയാണ്? 406ഉം 163 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 243യുടെ ഗ്യാപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചില നമ്പേഴ്സിന് പ്രത്യേകതയുണ്ട്. ചില നമ്പേഴ്സ് 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇത് 3 പവർ 0 ആണ്, ഇത് 3 പവർ 1 ആണ്, ഇത് 3 പവർ 2, ഇത് അതുപോലെ തന്നെ ഇത് 3 പവർ 6 ആണ് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ല 3 പവർ 5 ആണ് നമുക്ക് വരുന്നത്, 6 അല്ല അല്ലേ. 3 പവർ 5 ആണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് എന്ത് വരണം? ഇവിടെ 3ൻ്റെ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 27 വരണം. അടുത്തത് 3ൻ്റെ വീണ്ടും 3 പവർ 4ൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഇവിടേക്ക് 81 വരണം അല്ലേ. അപ്പോൾ ഇവിടെ 29ന് പകരം ഇവിടേക്ക് +27 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും വാല്യൂ കിട്ടുക എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുക? 82 കിട്ടും. ഇവിടേക്ക് വീണ്ടും +81 ആണെങ്കിൽ കറക്റ്റ് ആയനെ അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ടേംസ് നോക്കുമ്പോൾ ഇവിടെ 84 എന്ന് പറയുന്നത് തെറ്റും 82 എന്ന് പറയുന്നത് ശരിയുമാണ്. സോ ഇതിൻ്റെ ശരിയുത്തരമായിട്ട് 84 റോങ് ടേം ആയിട്ടാണ് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 84 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ അനാലിസിസ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ വന്നാൽ തീർച്ചയായിട്ടും കോമെൻറ്റ്സിലൂടെ എഴുതി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.